أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه إحسانا، حملته أمه كرها ووضعته كرها، وحمله وفصاله 30 شهرا، حتى إذا بلغ أشده وبلغ 40 سنة، قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. أولئك الذين نتقبل عنهم أحسن ما عملوا ونتجاوز عن سيئاتهم في أصحاب الجنة، وعد الصدق الذي كانوا يوعدون. والذي قال لوالديه أف لكما أتعدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين. أولئك الذين حق عليهم القول في قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. ولكل درجات مما عملوا وليوفيهم أعمالهم وهم لا يظلمون. ويوم يعرض الذين كفروا على النار أذهبتم طيباتكم في حياتكم الدنيا واستمتعتم بها، فاليوم تجزون عذاب الهون بما كنتم تستكبرون في الأرض بغير الحق وبما كنتم تفسقون. 15-ാമത്തെ ആയത്തിൽ നോക്കാവുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തെ അവിടുത്തെ സത്യനിഷേധികൾ അനുവർത്തിച്ച ചില സംഗതികളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് കടക്കണം. വിഷയം എന്താണെന്ന് വെച്ചാൽ വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. വസ്സൈനൽ ഇൻസാന, നാം മനുഷ്യനെ ഉപദേശിച്ചു, ബിവാലിദൈഹി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കാൻ. വസ്സൈനൽ ഇൻസാന, മനുഷ്യരോട് നാം ഉപദേശിച്ചു, ബിവാലിദൈഹി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടി നന്മയോടുകൂടി വർത്തിക്കാം. ഹമലത്ഹു ഉമ്മുഹു കുർഹൻ വവദഅത്ഹു കുർഹ. ഹമലത്ഹു ഉമ്മുഹു, അവന്റെ മാതാവ് ഗർഭം ചുമന്നിരിക്കുന്നു. കുർഹൻ, വളരെ പ്രയാസത്തോടു കൂടി, വളരെ ബുദ്ധിമുട്ടോടു കൂടിയിട്ടാണ് മാതാവ് മനുഷ്യനെ ഗർഭം ചുമന്നിരിക്കുന്നത്. വവദഅത്ഹു കുർഹ, വളരെ പ്രയാസത്തോടു കൂടി തന്നെയാണ് പ്രസവിക്കുകയും ചെയ്തിരിക്കുന്നത്. രണ്ട് പ്രയാസങ്ങളെ കുറിച്ച് അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വഹംലുഹു വഫിസാലുഹു 30 ഷഹ്റ. വഹംലുഹു, അവനെ ഗർഭം ചുമക്കലും, വഫിസാലുഹു, അവന് പാൽ കൊടുത്ത് വളർത്തലും, 30 ഷഹ്റ, 30 മാസത്തോളം. 30 മാസത്തോളം അവന്റെ പാല് കുടിക്കലും അതുപോലെ ഗർഭധാരണവും ഒക്കെ കൂടെ കൂടിയിട്ട് 30 മാസം വരും. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, അങ്ങനെ അവൻ തന്റെ ശക്തി പ്രാപിച്ചപ്പോൾ. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, ബലഗ അശുദ്ധഹു എന്ന് സാധാരണഗതിയിൽ പറഞ്ഞാൽ കൗമാരപ്രായം കഴിഞ്ഞ് ഒരാൾ യൗവനത്തിലേക്ക് ഇങ്ങോട്ട് കയറുന്നതിനാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയാകുന്ന സന്ദർഭത്തെക്കുറിച്ചും ബലഗ അശുദ്ധഹു, ബുലൂഗത്ത,
അല്ലെങ്കിൽ പ്രായത്തെന്ന് പറയും. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, അങ്ങനെ അവൻ തന്റെ ശക്തി പ്രാപിച്ച ഒരു കാലഘട്ടം. വ ബലഗ അർബഈന സന, അയാൾ അങ്ങനെ അവൻ ഒരു 40 വയസ്സ് ആവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയി 40 വയസ്സോളം ആകുന്ന അവസരം. ബലഗ അർബഈന സന, ആ സമയത്ത് ഒരു 40 വയസ്സൊക്കെ ആവുമ്പോൾ കാല, അവൻ പറയും, അള്ളാഹുവിനോട് പറയും, റബ്ബി, എന്റെ റബ്ബെ, ഔസിഅനി, എനിക്ക് ഉദവി നൽകണേ, എനിക്ക് പ്രചോദനം നൽകണേ, അല്ലെങ്കിൽ എനിക്ക് എന്നെ സഹായിക്കണേ, അൻ അഷ്കുറ, എനിക്ക് നന്ദി കാണിക്കാൻ, നിഅമതകല്ലത്തി അൻഅംത അലയ്യ, നീ എനിക്ക് ചെയ്ത, നീ എൻ്റെ മേൽ കാണിച്ച അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ എനിക്ക് ഉദവി നൽകണേ, എനിക്ക് സൗകര്യം നൽകണേ. വാല വാലിദയ, എൻ്റെ മാതാപിതാക്കൾക്കും നീ നൽകിയ അനുഗ്രഹത്തിന്റെ മേൽ. വൻ അഅമല സാലിഹൻ തർല്ലാഹു, വൻ അഅമല സാലിഹൻ തർല്ലാഹു, നീ തൃപ്തിപ്പെടുന്ന രൂപത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനും. വ അസ്ലിഹ് ലി ഫീ ദുരിയത്തി, എൻ്റെ മക്കളിൽ നീ എനിക്ക് നന്മ വരുത്തണമേ. അസ്ലിഹ് എന്ന് പറഞ്ഞാൽ നന്മ വരുത്തണേ. ഫീ ദുരിയത്തി ഇന്നി തുബ്തു ഇലൈക്ക, ഞാൻ നിന്നിലേക്ക് ഇതാ പശ്ചാത്തപിച്ചു മടങ്ങിയിരിക്കുന്നു. വൈന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരാണ്. അനുസരണ, അള്ളാഹുവിനനുസരിക്കുന്ന കീഴൊതുങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവർ. അപ്പോ ഒരു നല്ലൊരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മാതാപിതാക്കളോട് നന്മ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു സംഗതി, അല്ലെങ്കിൽ മാതാപിതാക്കളോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സാധാരണഗതിയിൽ മനുഷ്യന്റെ ഘട്ടങ്ങൾ, ജീവിതത്തിലെ ഘട്ടങ്ങൾ, ഒന്ന് അവന്റെ ബാല്യം. ആ ബാല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് മൃഗസമാനമാണ്. പ്രത്യേകിച്ച് സ്വന്തമായ ഒരു തീരുമാനമല്ല, എന്താണോ വൈകാരിക പ്രതികരണം എന്ന് പറയും. നമുക്ക് സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാണെങ്കിൽ റിഫ്ലക്റ്റീവ് വിസ്ഡം, അതാണ് ആ മനുഷ്യനുണ്ടാവുക. അപ്പൊ കുട്ടികളും ഏകദേശം മൃഗങ്ങളുടെ രൂപത്തിലുള്ള റെസ്പോൺസുകളാണ് മനുഷ്യന്റെ ഭാഗത്തുനിന്നുണ്ടാവുക ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. ഒരു വിസ്ഡം വയറിങ്, അല്ലെങ്കിൽ ഒരു ബുദ്ധിപരമായ ഉയർച്ച എന്ന് പറയുന്നത് ഒരു 7 വയസ്സിന് ശേഷമാണ് മനുഷ്യനിൽ കാണുക. 7 വയസ്സാകുമ്പോൾ അവന്റെ ബ്രെയിനിൽ പ്രത്യേകമായ വയറിങ് നടക്കുന്നുണ്ടെന്നാണ് സയൻസ് പറയുന്നത്. ആ സമയത്താണ് ഉത്കൃഷ്ടമായ സ്വഭാവ സവിശേഷതകളൊക്കെ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കാനും മറ്റുള്ള സംഗതികളൊക്കെ പറയുന്നത്. നമ്മളുടെ മെമ്മറിയും ഒക്കെ വികാസം പ്രാപിച്ചു വരുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ അവിടുന്ന് തീരെ കുട്ടിത്തത്തിന് മാറിയിട്ട് നമ്മൾ കുറച്ച് ഗൗരവമുള്ള ഒരു പ്രായത്തിലേക്ക് കുട്ടി അവിടെ നിന്ന് പ്രവേശിച്ചു തുടങ്ങും. 7-8 വയസ്സാകുമ്പോഴേക്ക് എല്ലാത്തിനെയും ശ്രദ്ധിക്കുകയും അവന്റെ ബുദ്ധി അപ്ലൈ ചെയ്തു തുടങ്ങും. ഓരോ കാര്യത്തിന്റെ കാര്യകാരണ ബന്ധങ്ങൾ സഹിതം ചിന്തിച്ചു തുടങ്ങുന്നു കുട്ടികൾ അപ്പോഴാണ്. പിന്നീട് അവന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു മാറ്റം വരുന്നത് അവന് പ്രായപൂർത്തിയാവുന്നതോടുകൂടിയാണ്. പ്രായപൂർത്തിയാവുന്നതോട് കൂടിയിട്ട് അവന്റെ കുട്ടിത്വം വിടുന്നു. പിന്നെ അവൻ ഒരു പ്രായമുള്ള മാതാപിതാക്കളിൽ നിന്ന് ഒരല്പം അകൽച്ച ഉണ്ടാവുകയും അവൻ്റെതായ ഒരു ലോകത്തേക്കൊക്കെ പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട്. പിന്നെ അവൻ ഗൗരവത്തിലേക്ക് പ്രവേശിക്കുന്നു, യുവാവാകുന്നു. യുവാവാകുന്നതോട് കൂടിയിട്ട് ആരോഗ്യമുള്ളവനും കരുത്തനും സ്വന്തം നിലക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവനൊക്കെ ആയിട്ട് മാറുന്നു. അങ്ങനെ കല്യാണം കഴിക്കുന്നു, കുടുംബമാവുന്നു. കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ മക്കളാകുന്നു. ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് അവൻ ഒന്ന് ഒതുങ്ങുന്നു, തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു, തിരിച്ച് ജീവിതത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധമൊക്കെ പതുക്കെ പതുക്കെ വന്നു തുടങ്ങുന്നു. ആ സന്ദർഭത്തിലാണ് ഏറ്റവും കൂടുതൽ കുടുംബത്തെ ഓർക്കുക, ഏറ്റവും കൂടുതൽ മാതാപിതാക്കളെ ഓർക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയമാണ് ഈ 40-ാമത്തെ വയസ്സെന്ന് പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ഒരു സഹവർത്തിത്വം ഉണ്ടാവുന്നത് 18-ാമത്തെ വയസ്സിലാണെന്ന് കാണാൻ സാധിക്കും. അന്ന് നബിക്ക് 20 വയസ്സ്. അവർ രണ്ടുപേരും കൂടെ ഷാമിൽ ഒരു കച്ചവടത്തിന് പോയപ്പോൾ, സിറിയയിൽ ഒരു കച്ചവടത്തിന് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വേറെ ഏതോ ഒരു പുരോഹിതനുമായിട്ട് സംസാരിക്കുകയായിരുന്നു.
അപ്പൊ ഈ പുരോഹിതൻ ചോദിച്ചു, ആ മരത്തിനടിയിൽ കിടന്ന് ഉറങ്ങുന്ന ആൾ ആരാണ്? അതെന്റെ സുഹൃത്താണ്. എന്താണ് അയാളുടെ പേര്? അത് മുഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ അബ്ദുൽ മുത്തലിബ്. ആ, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി. യെസ്, അറിയാം. പക്ഷേ അദ്ദേഹം ഒരു പ്രവാചകനാണല്ലോ? ഇല്ലല്ലോ, അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പോ ഈ പുരോഹിതൻ പറഞ്ഞു, ഈസാ നബിക്ക് ശേഷം ഈ മരത്തിന്റെ തണലിൽ കിടന്നുറങ്ങുന്നത് അവസാനത്തെ പ്രവാചകനാണ്, വേറെ ആരും ഉറങ്ങൂല എന്നാണ് ഞങ്ങളുടെ അടയാളം. അപ്പോ അബൂബക്കർ റളിയല്ലാഹുവിന് തന്റെ സുഹൃത്തിന്റെ കാര്യത്തിൽ അഭിമാനം തോന്നി. പിന്നീട് അബൂബക്കർ റളിയല്ലാഹുവിന് 38 വയസ്സുള്ളപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം കിട്ടിയപ്പോൾ ആദ്യം വിശ്വസിച്ച ആളുകളുടെ കൂട്ടത്തിലായിരുന്നു അബൂബക്കർ റളിയല്ലാഹു. അവരുടെ സ്വദാഖത്ത്, അവരുടെ സ്നേഹബന്ധം ഊഷ്മളമായിരുന്നു. അത്രമാത്രം ഉയർന്ന ഒരു സൗഹൃദ ബന്ധം പുലർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ അത് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് റബ്ബി ഔസീനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ, അള്ളാഹുവെ എന്റെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് എന്ന് ചില നിവേദനങ്ങളിൽ കാണാൻ സാധിക്കും. പലയിടത്തായിട്ട് പരിശുദ്ധ ഖുറാനില് വൈദ അഖദ്ന മീസാഖ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിയരോട് നാം വാഗ്ദാനം ചെയ്ത്, അതിലുണ്ട് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ കാണിക്കാൻ. ഒരുപാട് സ്ഥലങ്ങളിൽ മാതാപിതാക്കളോട് നന്മ കാണിക്കാൻ. വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, സൂറത്ത് ഇസ്രായേൽ. അള്ളാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കളോട് നന്മ കാണിക്കാൻ, അവനല്ലാതെ വേറെ ആർക്കും ഇബാദത്തില്ല എന്നും മാതാപിതാക്കളോട് നന്മ കാണിക്കണമെന്നും. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅ്ലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിച്ച സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണമെന്ന്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന എന്നുണ്ട്, മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരിക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ എന്റെ ഏറ്റവും നല്ല ഹുസ്നു സുഹബത്ത്, ഏറ്റവും നന്നായിട്ട് പെരുമാറേണ്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മക്ക്, നിന്റെ മാതാവ്. കാല സുമ്മമൻ, പിന്നെ ആരാണ് നബിയെ? കാല ഉമ്മുക്ക്, നിന്റെ മാതാവ്. കാല സുമ്മമൻ, പിന്നീട് ആരാണ് നബിയെ? കാല ഉമ്മുക്ക്, നിന്റെ മാതാവ്. 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ മാതാവ്, നിന്റെ മാതാവ്, നിന്റെ മാതാവ് എന്ന് പറഞ്ഞു. 4-മത്തെ തവണ നിന്റെ പിതാവ്. പിതാവിന് സ്ഥാനമുണ്ട്, പക്ഷേ മാതാവിനോളം വരില്ല. കാരണം മാതാവ്, അതിന്റെ കാരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. വലാതുഹു ഖുർഹ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ. വളരെ പ്രയാസമുണ്ട്. ഒരു മാതാവ് ഒരു മകനെ ഗർഭം ധരിക്കുന്നത്, തന്റെ പൊന്നോമനയെ ഗർഭം ധരിക്കുന്നത് മുതൽ അവരുടെ ജീവിതം ഒരു വേറെ അർത്ഥത്തിലാണ്. അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പോയിട്ട്, ഇത് ഞാൻ ഒരാളല്ല 2 ആളാണ് എന്നുള്ള ബോധം അവരുടെ മനസ്സിലുണ്ടാവും. നമ്മൾ കാണുന്നുണ്ട് അവരുടെ ഉറക്കം. അവർക്ക് മലർന്ന് കിടന്നുറങ്ങാൻ കഴിയില്ല, അവർ ചെരിഞ്ഞു കിടന്നുറങ്ങണം. ചെരിഞ്ഞു കിടന്നുറങ്ങുന്നിടത്ത് നിന്ന് തിരിച്ച് ഇപ്പുറത്തേക്ക് ചെരിഞ്ഞു കിടക്കണം എന്നുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റിരുന്നിട്ട് ചെരിഞ്ഞു കിടക്കുക. അങ്ങനെ കിടന്നു മറിയാൻ പറ്റില്ല, കുട്ടി മറിഞ്ഞു പോകും. അപ്പൊ അവർ എഴുന്നേറ്റിരിക്കും, മറിയും. ഇത് നമ്മൾ കൂടെ കിടന്ന് ഉറങ്ങണവരെ അറിയണുണ്ടാവില്ലതേ, ഒക്കെ ചെയ്യുന്നുണ്ട് അവർ കഷ്ടപ്പെട്ടിട്ട്. അവർ കഴിക്കും, ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് എല്ലാം ഇഷ്ടപ്പെട്ട എല്ലാം കഴിക്കാൻ പറ്റൂല. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ? കൂടുതൽ എരിവ് കഴിച്ചാൽ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ? കൂടുതൽ എരിവ് കഴിക്കാൻ പറ്റൂല. കൂടുതൽ മധുരം കഴിച്ചാൽ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ? കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ കുട്ടി തടി കൂടുവോ? കുട്ടി തടി കുറയുമോ ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ? ഞാൻ എന്തെങ്കിലും ഗുളിക, ആന്റിബയോട്ടിക്സ് കഴിക്കാൻ പറ്റൂല, ഗർഭിണിയല്ലേ, കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കും. അവർ വേറെ ഒരാളായി മാറുകയാണ്. പ്രസവിക്കുന്നത് വരെ മാത്രം, പ്രസവിച്ചു കഴിഞ്ഞാൽ അവർ വേറെ ഒരു ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. ഓരോ നിമിഷവും അവർക്ക് സ്റ്റെപ്പുകൾ കയറുന്നിടത്ത്, ഉയരത്തിലേക്ക് പോകുന്നിടത്ത് വളരെ പ്രയാസങ്ങളുണ്ട്, വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെതായ ചില സ്ത്രീകൾക്ക് ഈ ഗർഭധാരണത്തിന്റെ സന്ദർഭത്തിൽ പ്രഷറിന്റെ വേരിയേഷൻ വളരെ കൂടും, ഷുഗർ കൂടും, ദേഷ്യം വരും.
പലതും ഉണ്ടാവും. ഇതൊന്നും അറിയാത്ത ഒരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ അവന് അതിനനുസരിച്ച് പെരുമാറാൻ കഴിയില്ല. അങ്ങനത്തെ കുറെ ആളുകളുണ്ട്, വിഡ്ഢികളായ ഭർത്താക്കന്മാരുണ്ട്. ഭാര്യമാരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. അങ്ങനെ അവസാനം അവര് പ്രസവിക്കും. പ്രസവിക്കുന്ന സന്ദർഭത്തിൽ സാധാരണഗതിയിൽ പറയലുണ്ട്, എല്ലാ ഭർത്താക്കന്മാരും പ്രസവിക്കുന്നിടത്തുണ്ടാവണം എന്നറിയാം. അതോടുകൂടിയാണ് അവന് മനസ്സിലാവുക എന്താണ് എൻ്റെ ഭാര്യ സഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം എന്നുള്ളത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്ന വേദനയ്ക്കൊരു പരിധിയുണ്ട്. അതിനെ സയൻസ് കണക്ക് കൂട്ടുന്നുണ്ട്. 20 ഡെസിബെല്ലോ മറ്റോ, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും എനിക്ക് മനസ്സിലായ ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, 3 എല്ലുകൾ ഒന്നിച്ചു പൊട്ടുന്ന വേദനയാണ് ഒരു ആണിന് സഹിക്കാൻ പറ്റും പരമാവധി. 3 എല്ലുകൾ ഒന്നിച്ചു പൊട്ടുന്ന വേദന സഹിക്കുന്ന പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് വേദന കയറി കഴിഞ്ഞാൽ ആണ് ബോധം കെട്ട് വീഴും. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രസവിക്കുന്ന സമയത്ത് 20 എല്ലുകൾ ഒന്നിച്ചു പൊട്ടുന്ന വേദനയാണെന്ന് പറയുന്നത്. 20 എല്ലുകൾ, അത് അവർ സഹിക്കുന്നു. എന്തുകൊണ്ടാണ് മാതാവിനോട് കൂടുതൽ കടപ്പാടെന്ന് പറഞ്ഞില്ല, ഇതൊക്കെ തന്നെയാണ്. പിന്നീട് ഈ 2 കൊല്ലത്തോളം, ഏറ്റവും ചുരുങ്ങിയത് കുഞ്ഞുണ്ടായതിനു ശേഷമുള്ള 2 കൊല്ലം ഒരു മാതാവും മര്യാദക്ക് ഉറങ്ങൂല. നമ്മളവിടെ അടുത്ത് കിടന്നിട്ട് ഉഷാറായിട്ട് കൂർക്കം വലിച്ചുറങ്ങും. നിങ്ങൾ വല്ലതും അറിയണുണ്ടോ? ഒന്നും അറിയണില്ല. കുട്ടി കരയണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് തിരിഞ്ഞിടുന്ന് ഉറങ്ങും. കുട്ടി കരയും രാത്രിയിൽ. എടുത്ത് ഉറക്കത്തിൽ എഴുന്നേറ്റ് ഉറക്കച്ചടവോട് കൂടി എടുത്തിട്ട് കുട്ടിക്ക് പാല് കൊടുക്കും. അപ്പൊ പാല് കൊടുത്ത് വെള്ളം താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് വെള്ളം പുറത്ത് ഇങ്ങോട്ട് ഒഴിക്കും. അങ്ങനെ ഉറങ്ങിയിട്ടിരുന്ന് പാല് കൊടുക്കുന്ന സമയത്ത് മുഖത്തേക്ക് കുട്ടികൾ മൂത്രമൊഴിച്ച സംഭവങ്ങൾ ഇഷ്ടം പോലെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഉറക്കം തെളിയുക. എന്തൊക്കെ അനുഭവിക്കണ്ടിട്ട ഒരു മാതാവ്. എന്നാൽ ആ കുഞ്ഞിനെ അതിൻ്റെ മൂത്രവും അതിൻ്റെ വിസർജ്യവും ഒക്കെ വൃത്തിയാക്കിക്കൊണ്ട്, അതിൻ്റെ പ്രയാസം, അതിന് പനിച്ചാൽ അതിൻ്റെ കൂടെ കിടന്ന് ഉറക്കമൊഴിച്ച്. പിന്നെ കുട്ടികൾക്ക് ഒരു വലിയൊരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പകൽ കിടന്ന് ഉറങ്ങും, രാത്രി ഉറങ്ങൂല. രാത്രി ഇങ്ങനെ നിരങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ഭർത്താവ് അറ്റൻഡ് ചെയ്യൂല. ഭർത്താവ് നേരെ, കാരണം ഞാൻ ജോലിക്കാരനല്ല, നമുക്ക് ജോലിയൊക്കെ ചെയ്യാനുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് അത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് കുട്ടീനെ കരയാതെ നോക്കൽ. ഇങ്ങനെ അവര് 2 കൊല്ലത്തോളം അനുഭവിക്കുകയാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാവിന്റെ കാലിനടിയിലാണ് എന്നാണ്. ഈ ഈ ഈ ഇത്രയും നമുക്ക് വേണ്ടി സഹിച്ചതിനുള്ള ആ പ്രയാസത്തിനുള്ള ഇത് തിരിച്ചു കൊടുക്കൽ എന്നാ. എന്തു കൊടുത്താലാണ് തീരുക? നിങ്ങൾ കുറെ കാശ് കൊടുത്താൽ തീരുമോ? നിങ്ങൾ വേറെ കുറെ സ്നേഹം കൊടുത്താലോ അല്ലെങ്കിൽ അത് ഒന്നും കൊണ്ടും തീരാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ ജീവിതാവസാനം വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അവരോട് ഏറ്റവും ഹുസ്നു സുഹബ, ഏറ്റവും നല്ല രൂപത്തിൽ ചേ എന്ന് പോലും പറയരുത് എന്നല്ലേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ലാ തഖുല്ലഹുമ ഉഫിൻ, അവരോട് നിങ്ങൾ ചേ എന്ന് പറയരുത്. അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും പറയരുത്. അവരുടെ മുഖം കറുപ്പിക്കുന്ന ഒന്നും പറയരുത്. മാതാപിതാക്കളോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അവരോട് മുഖം കറുപ്പിച്ചൊരു വർത്തമാനവും പറയാൻ പറ്റൂല. അവർക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും അവർക്ക് സന്തോഷം വേണം. സ്വന്തം മാതാവിന്റെ പൊരുത്തം കിട്ടാതെ മരിക്കാൻ കഴിയാത്ത ഒരു സഹാബിയെ കുറിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മാതാവിന്റെ അടുത്ത് എന്നിട്ട് ഒന്ന് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുക. മാതാവ് പുറത്തു, അതൊന്നും മാതാവിനോട് എന്തോ തെറ്റ് ചെയ്ത് മാതാവിന് ഇഷ്ടപ്പെട്ടില്ല. പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം. മാതാവിന്റെ പ്രാർത്ഥന വല്ലാത്ത ഒരു രക്ഷയാണ്. മാതാവിന്റെ പ്രാർത്ഥന കൂടെ ഉള്ളിടത്തോളം കാലം നമുക്ക് അള്ളാഹുവിന്റെ കരുതലുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ടാണ് നമ്മൾ മാതാവിനെ 3 തവണ മാതാവിനെ പറഞ്ഞു, പിന്നെ പിതാവിനെ പറഞ്ഞു. മാതാവാണെങ്കിലും പിതാവാണെങ്കിലും. ഒരു സഹാബിയുടെ മാതാവ് കടുത്ത ഷിർക്കിലാണ്. ആ സഹാബി ഇസ്ലാം സ്വീകരിച്ചപ്പോൾ മാതാവ് ഭക്ഷണം കഴിക്കൽ നിർത്തി.
ഞാൻ വായ തുറന്ന് ഒന്നും കഴിക്കില്ല, നീ കുഫറിലേക്ക് മടങ്ങാതെ, നീ നമ്മുടെ പൂർവ്വഗാമികളുടെ ശിർക്കൻ വിശ്വാസത്തിലേക്ക് മടങ്ങാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല എന്നാണ്. അങ്ങനെ അവര് പറഞ്ഞത് എങ്ങനെ മടങ്ങുക, അവനെ മാതാവ് ഭക്ഷണം കഴിപ്പിക്കാൻ നോക്കും, ബലം പ്രയോഗിച്ച് സമ്മതിക്കൂല. അവസാനം വടിയൊക്കെ ഇട്ട് കുത്താനൊക്കെ തുടങ്ങി വായ പൊളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കി, ആയത്തിറക്കി, വൈൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹും. ഷിർക്ക് ചെയ്യാൻ വേണ്ടി അവർ നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ അപ്പൊ അനുസരിക്കേണ്ടതില്ല. ഇസ്ലാമിന്റെ അസ്ലിൽ ആ ത്വാഅത്ത ലി മഅറൂഫിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടിയെ അനുസരിക്കൽ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ് മുൻഗണന. കാരണം അള്ളാഹുവിനാണ് ഒന്നാമത് സൂക്ഷിക്കേണ്ടത്. അപ്പൊ മാതാപിതാക്കളെ ഷിർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പോകേണ്ടതില്ല. മറ്റെല്ലാ സംഗതികളും പറഞ്ഞാൽ അവർ പറഞ്ഞ അനുസരിക്കണം, അവരോട് എതിർത്തൊന്നും പറയാൻ പോകരുത്. അവർക്ക് വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ നീ താഴ്ത്തി കൊടുക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അള്ളാഹു എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പോലെ നീ അവരോട് നീ കരുണ കാണിക്കണമേ, അവരെ നീ അനുഗ്രഹിക്കണമേ. എന്നോട് ചെറുപ്പത്തിൽ അവർ എന്തുമാത്രം കരുണ കാണിച്ചോ അതുപോലെ അവരോട് കരുണ കാണിക്കണമേ. കുറച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് വയസ്സാവട്ടോ, അവർക്ക് വയസ്സാവും, അവർക്ക് ചെവി കേൾക്കൂല. എന്താ മോനെ എന്ന് രണ്ടു മൂന്ന് തവണ ആവർത്തിച്ച് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുത്ത് മടുത്ത മോൻക്ക് ദേഷ്യം വരും. എത്ര പ്രാവശ്യമായി പറയണേ എന്ന രൂപത്തിൽ പ്രതികരിക്കും. ഇല്ലേ? ഉണ്ട്. ഉറക്കെ പറയണം, വെടി പൊട്ടിക്കണം വാപ്പാക്ക് കേൾക്കണമെങ്കിൽ എന്നൊക്കെ പറയും. അല്ല മോനെ, നീ ഒരു മൂന്നോ നാലോ വയസ്സുള്ള സന്ദർഭത്തില് മുറ്റത്ത് കാക്ക വന്നിരിക്കുന്ന സന്ദർഭത്തിൽ നീ ഉപ്പാട് ചോദിക്കുന്നു, ഉപ്പ എന്താണത്? ഉപ്പ പറയും കാക്ക. എന്ത്? കാക്ക. എന്ത് ഉപ്പ? കാക്ക. മോനെ പറഞ്ഞ കാക്ക. അങ്ങനെ പറഞ്ഞ് 100 തവണ ഒരു മടിയുമില്ലാതെ നിന്നെ കാക്ക എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഉപ്പ ഇന്ന് പ്രായാധിക്യം കാരണം ചെവി കേൾക്കാത്ത അവസ്ഥയിൽ നിന്നോട് ഒന്നോ തവണ ചോദിക്കുക, എന്താണ് മോനെ അത്? എത്ര തവണയായി പറയണേ, ഉപ്പാക്ക് ചെവിയും കേൾക്കൂല. വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, അവരെ നിന്ദിക്കരുത് കേട്ടോ, അവരോട് എന്ന് പറയരുത് കേട്ടോ. വഖുല്ലഹുമാ ഖൗലൻ കരീമ, മാന്യമായി സംസാരിക്കുക. അത് നിന്റെ മാതാവാണ്, നിന്റെ പിതാവാണ്, ബഹുമാനത്തോടു കൂടി മാന്യമായി സംസാരിക്ക്. എന്തു പകരം വെക്കാനാണ് നിന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയുണ്ടാക്കിയതിന്? എന്തു പകരം വെച്ചാലാണ് ആവുക? നീ സ്വർണത്തിന്റെ കൊട്ടാരം കയറ്റിയിട്ട് അതിൽ കൊണ്ടുവന്ന് സിംഹാസനത്തിൽ ബാപ്പാനെ ഉമ്മയെ ഇരുത്തിയാലും പകരമാവൂല. സ്വന്തം ഉമ്മയെ കുത്തിക്കൊന്നവരുടെ, അടിച്ചു കൊന്നവരുടെ വാർത്തകൾ ദിനം പ്രതി വരുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് കൂടെ നമ്മൾ ഓർക്കണം. എവിടെ കൊണ്ടുപോയി കഴുകിക്കളയാനാണ് ഈ പാവങ്ങൾ? ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് വില അറിയില്ല, വിളിക്കാൻ മടിയാ. എത്ര പ്രാവശ്യം വിളിക്കുക? മടിയാ. ഇത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത 2 അമൂല്യ മുതലുകളാണ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, അവർ നിങ്ങളുടെ അടുത്ത് അഹദുഹുമാവു കിലാഹുമ, ഒരാളോ രണ്ടാളോ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് അമൂല്യമായ മുതലാണ്, അമൂല്യമായ സമ്പത്താണ്. അവർ ചീത്ത പറഞ്ഞോട്ടെടോ, അവരടിച്ചോട്ടെ, ഉപ്പാടെ കയ്യിൽ നിന്ന് കിട്ടിക്കോട്ടെ, എന്ത് സന്തോഷമുള്ള കാര്യമാണ്. ഉണ്ടല്ലോ അവിടെ ഉപ്പ. ഉപ്പയില്ലാത്ത ആളുകൾ അതിന്റെ സങ്കടങ്ങൾ പറയണം, ഉമ്മയില്ലാത്ത ആളുകൾ അതിന്റെ സങ്കടങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കാറുണ്ടോ? എനിക്ക് എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ മതി, പേരിനൊരു ഉപ്പ മതി, വേറൊന്നും വേണ്ട, എന്നാലും ഒരു സന്തോഷമായിരുന്നു, ഒരു സമാധാനമായിരുന്നു. ഉപ്പ മരണപ്പെട്ടവരോട് ചോദിക്ക് എത്ര വലിയതായിരുന്നു ആ തണൽ. ഉപ്പ നഷ്ടപ്പെട്ട ആളുകളോട് ചോദിച്ചു നോക്കൂ എത്ര വലിയ തണലായിരുന്നു ഉപ്പ. ഉമ്മ നഷ്ടപ്പെട്ടവരോട് ചോദിക്കൂ എത്ര വലിയ തണലായിരുന്നു ഉമ്മ, എന്ത് ആശ്വാസമായിരുന്നു. ഉള്ളൊന്ന് കുടഞ്ഞു പനി പിടിച്ചാൽ ഇപ്പോഴും ഉമ്മയെ കാണണം. മനുഷ്യരുടെ സ്വഭാവമാണ്. അവന് 45 വയസ്സായിട്ടുണ്ട്, 50 വയസ്സായിട്ടുണ്ട്, പക്ഷെ ഉള്ളു കുടഞ്ഞൊന്ന് പനിച്ചപ്പോൾ എൻ്റെ ഉമ്മയുടെ മടിത്തട്ട് അവിടെ ഒന്ന് കിടന്നിരുന്നെങ്കിൽ, ആ കൈവിരലുകൾ കൊണ്ട് എൻ്റെ തലയൊന്ന് തടവി തന്നിരുന്നെങ്കിൽ. മനുഷ്യന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് അമൂല്യമായ ആ നിധികൾ നമ്മുടെ കൂടെ ഉണ്ടാവും,
കൂടെയുള്ളിടത്തോളം കാലം അവരെ പൊന്നുപോലെ നോക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വസിയത്ത് ചെയ്യാണ്. അതിന്റെ കാരണങ്ങളാണ് പറഞ്ഞത്. ഹംലുഹു വഫിസാലുഹു സലാസൂന ഷഹറ വൽവാലിദാത്തു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. മാതാവ് തന്റെ മക്കൾക്ക് 2 വർഷം പാല് കൊടുക്കട്ടെ, മുലയൂട്ടട്ടെ. 2 വർഷം. ഈ ആയത്തുകളെ മുൻനിർത്തിയിട്ട് വലിയ ചർച്ചകൾ ഇസ്ലാമിക ലോകത്ത് നടന്നിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞ് ഒരു സ്ത്രീ പ്രസവിച്ചപ്പോൾ, കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഒരു സ്ത്രീ പ്രസവിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത് നിയമപ്രകാരം ശരിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു വ്യഭിചാരിയായിരിക്കും, എറിഞ്ഞു കൊല്ലണം എന്ന് വിധിക്കാൻ പോണേനും അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ശരിയായിരിക്കും. ഹംലുഹു ഫിസാലുഹു 30 ഷഹറ, 30 മാസത്തെ കാര്യമാണ് പറയുന്നത്. 30 മാസത്തിൽ 2 കൊല്ലം തീർച്ചയായിട്ടും നിങ്ങൾ മുല കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ബാക്കി 6 മാസമല്ലേ ഉള്ളൂ. 6 മാസം കൊണ്ട് ഒരു സ്ത്രീ പ്രസവിക്കാം. അതുകൊണ്ട് കിതാബുകളിൽ എഴുതി വെക്കുകയാണ്, ഫിഖഹിന്റെ കിതാബുകളിൽ എഴുതി വെക്കുകയാണ്, ഗർഭധാരണത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ സമയം 6 മാസം. വലിയ ചർച്ച നടന്നിട്ടുള്ള ഏരിയയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും പഠിക്കണം കേട്ടോ. നമ്മൾ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നാണ് സാധാരണഗതിയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. ആ പ്രാർത്ഥനയുടെ പുറമെ ഈ പ്രാർത്ഥന കൂടി പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതും കൂടിയാണ്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹം പോലെ എനിക്ക് ചെയ്തു തന്ന നന്മക്ക് ശുക്ർ ചെയ്യാൻ നീ എനിക്ക് ഉദവി നൽകണമേ റബ്ബെ എന്ന് പ്രാർത്ഥിക്കുക. വഅല വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്ക്, വഅൻ അമല സ്വാലിഹൻ തർളാഹ്, നിനക്കിഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്യാൻ, വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എൻ്റെ മക്കളുടെ കാര്യത്തിൽ നീ എനിക്ക് നന്മ വരുത്തണമേ. ഇന്നി തുബ്തു ഇലൈക, ഞാൻ നിന്നിലേക്ക് ഇതാ പശ്ചാത്തപിച്ച് മടങ്ങിയിരിക്കുന്നു. ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിം ആയിരിക്കുന്നു. ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും ഓതിയിട്ട് അത് പഠിച്ചിട്ട് അത് നിരന്തരമായി നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾ, അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ, തന്റെ മക്കൾക്ക് വേണ്ടി അസ്ലിഹ് ലീ ഫീ ദുർരിയതി, എൻ്റെ മക്കളുടെ കാര്യത്തിൽ നീ എനിക്ക് നന്മ വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഉലായിക്ക, അടുത്ത ആയത്ത്, ഉലായിക്കല്ലദീന, അക്കൂട്ടരാണ്, നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു, അവർ നതഖബ്ബലു അൻഹും, അവരിൽ നിന്ന് നാം സ്വീകരിക്കും, അഹ്സന മാ അമിലു, അവർ പ്രവർത്തിച്ചതിൽ നിന്ന് ഏറ്റവും ഉത്തമമായത്, ഏറ്റവും ഉത്തമമായ സംഗതിയിലെ നല്ല അവരുടെ നല്ല പ്രവർത്തനങ്ങളെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. വനതജാവസു അൻ സയ്യിആതിഹിം, അവരുടെ പാപങ്ങൾ ഞാൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും, അവരുടെ തിന്മകൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. ഫി അസ്ഹാബിൽ ജന്ന, അവരെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തും. സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അവർക്ക് പാപങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതായത് മാതാപിതാക്കളോട് ഏറ്റവും നന്മയിൽ വർത്തിക്കുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഇങ്ങനെ അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയും തന്റെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിനോട് ആകുലപ്പെട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ. മാതാപിതാക്കളുടെ പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തടയപ്പെടാത്ത പ്രാർത്ഥനകളിൽ പെട്ടതാണ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന തടയൂല. സൂറത്ത് അൽ-കഹ്ഫിൽ നമ്മൾ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്താണല്ലോ അൽ-കഹ്ഫിൽ ഉണ്ടല്ലോ, ഒരു ഖദർ, മൂസാ നബി അലൈഹി ഇസ്ലാം ഖദറിന്റെ കൂടെ പോണ സമയത്ത് ഒരു ഗ്രാമപ്രദേശത്തെത്തുകയും അവരോട് ഭക്ഷണം ചോദിച്ചപ്പോൾ അവർ ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ച സന്ദർഭത്തിൽ അവിടെ ഒരു മതിൽ കാണുകയും ആ മതിൽ കെട്ടുകയും ചെയ്തു. അപ്പൊ ആ മതിൽ കെട്ടി, പൊളിഞ്ഞു വീഴാറായ ആ മതിൽ ഖദറിന്റെ നേതൃത്വത്തിൽ കെട്ടാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ തത്തഹത്ത് അലഹി അജറ, അതിന് ഒരു കൂലി എന്തെങ്കിലും വാങ്ങിയാൽ, മതിൽ കെട്ടിയല്ല, അതിന് കൂലി എന്തെങ്കിലും വാങ്ങിയാൽ നമുക്ക് വിശക്കണ്ടല്ലോ, ഭക്ഷണം എന്തെങ്കിലും കഴിക്കാമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ച്, അതാണ് 3-ാമത്തെ സംഭവം. അതോടുകൂടി അവിടെ നിൽക്കുകയാണ്, ആ സഹബത്ത്, ആ സഹവാസം അവിടെ നിൽക്കുകയാണ്. അപ്പൊ 3-ാമത്തെ സംഭവം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മതിൽ 2 കുട്ടികൾക്കുള്ളതാണ്. ഒമ്മൽ ജിദാർ ഫക്കാനലി ഗുലാമൈനി യതീമൈനി ഫിൽ മദീന ഫക്കാന തഹ്തഹു കൻസുൽ ലഹുമ, ആ മതിലിനടിയിൽ ആ കുട്ടികൾക്കുള്ള ഒരു നിധിയുണ്ട്. ഫക്കാന അബൂഹുമ സ്വാലിഹ്, അതിന്റെ കാരണം അള്ളാഹു പറയുന്നത്, ആ 2 കുട്ടികളുടെയും ഉപ്പ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണ്. വേറെ കാരണങ്ങളൊന്നുമില്ല.
മക്കൾക്ക് നിധി കൊടുക്കാൻ അള്ളാഹു പറയുന്ന കാരണം, മക്കൾക്ക് നിധി കൊടുക്കാൻ, വലുതായി കഴിഞ്ഞിട്ട് അവർ നിധി എടുത്തിട്ട് അവർ സുഖമായിട്ട് ജീവിച്ചോട്ടെ. അതിന്റെ കാരണം പറയുന്നത് വക്കാന അബൂഹുമ സ്വാലിഹ, അവരുടെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു. ഇതിനും വലിയ അവാർഡ് എന്താണ് ഒരു വാപ്പാക്ക് വേണ്ടത് എന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊരു നല്ല വാപ്പയാവാൻ, ഒരു ദീനിയായ വാപ്പയാവാൻ ഇതിനേക്കാൾ വലിയൊരു അവാർഡ് എന്താ വേണ്ടത്? അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അതുകൊണ്ട് അയാൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പൊ നമ്മൾ നല്ല ബാപ്പമാരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. അതുപോലെ തന്നെയാണ് മാതാപിതാക്കളുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, സ്വീകരിക്കുന്ന പ്രാർത്ഥനപ്പെട്ട മദ്ലൂമിന്റെ പ്രാർത്ഥന പോലെ, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചതിന് ശേഷവും സ്വീകരിക്കുന്ന അമലുകളിൽപ്പെട്ടാണ് മക്കളുടെ പ്രാർത്ഥന, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. മരിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് സദഖത്തുൻ ജാരിയ, നമ്മളൊരു സദക്ക ചെയ്തു, അതിൽ നിന്ന് പിന്നെ വളർന്ന് വളർന്ന് അങ്ങനെ പോകുമ്പോൾ നമുക്ക് അതിന്റെ ഓരോ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. ഔ ഇൽമു യുൻതഫ ബിഹി, നമ്മൾ ഒരാൾക്ക് ഒരു ഇൽമു പറഞ്ഞു കൊടുത്ത് അയാളത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് അയാളത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ പ്രയോജനപ്പെടുത്തപ്പെടുന്ന ഇൽമു, അതിനും പ്രതിഫലം കിട്ടും. ഔ വലദിൻ സ്വാലിഹിൻ യദൂ ലഹു, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായി മാതാപിതാക്കൾക്ക് ദർജകൾ ഉയർത്തി കൊടുക്കുന്നതാണ്. അപ്പൊ മരിച്ചതിന് ശേഷം മാതാപിതാക്കൾക്ക് മക്കളുടെ പ്രാർത്ഥന ഏൽക്കും. അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിക്കും. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മറന്നുപോകരുത്. വനതജാവസ അൻ സയ്യിആതിഹിം ഫി അസ്ഹാബിൽ ജന്ന വഅദ സിദ്ഖില്ലദീ കാനൂ യുഅദൂൻ. വഅദ സിദ്ഖില്ലദീ കാനൂ യുഅദൂൻ, സത്യവിശ്വാസികൾക്ക് അല്ലെങ്കിൽ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സത്യമായ വാഗ്ദാനമാണ്. വഅദ സിദ്ഖ്, യഥാർത്ഥ വാഗ്ദാനമാണ്. അല്ലദീ കാനൂ യുഅദൂൻ, അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട. അപ്പോൾ സത്യവിശ്വാസികൾക്ക് അല്ലെങ്കിൽ സത്യമായ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത സംഗതിയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും ചെയ്യാം. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് നന്ദി കാണിക്കൽ എങ്ങനെയാണ്? അള്ളാഹുവിന് നന്ദി കാണിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ പ്രവർത്തിച്ചിട്ടാണ്. നമ്മുടെ സ്വത്ത് നമ്മുടെ സ്വത്തല്ല, താൽക്കാലികമായി നമ്മളെ ഏൽപ്പിച്ചതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മുടേതായ സ്വന്തം സ്വത്തല്ല അത്. കാരണം ഇവിടെ പുതുതായിട്ട് സ്വത്ത് ഉണ്ടാക്കണില്ലല്ലോ. ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സ്വത്തുകളാണുള്ളത്. അത് വേറൊരു ഫോം, നമ്മൾ അങ്ങനെയല്ലേ പറയില്ലേ, ഊർജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നല്ലേ പറയും. അപ്പൊ അതുകൊണ്ട് ഒരു മനുഷ്യന് സമ്പാദിക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സമ്പാദിച്ചു കഴിഞ്ഞാൽ എത്ര സമ്പാദിക്കാൻ പറ്റും? ആരെങ്കിലും ഒന്ന് മറുപടി പറയും. ഒരു മനുഷ്യന് സമ്പാദിച്ച മാക്സിമം എത്ര സമ്പാദിക്കാൻ പറ്റും ഈ ലോകത്ത്? ഇലോൺ മസ്ക് എന്നൊന്നും പറയണ്ട. അള്ളാഹുവിടെ ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും. കുറച്ചും കൂടെ കോൺക്രീറ്റ് ആയിട്ട് പറഞ്ഞു നോക്ക്. ഒരു രാജാവ്, ഭൂമിയും അതിലുള്ളത് മുഴുവനും. കറക്റ്റ്, കൃത്യം, മാഷാ അല്ലാ, അതാണ് കറക്റ്റ്. അതായത് ഒരു മനുഷ്യന് പരമാവധി സമ്പാദിക്കാൻ പറ്റിയ ഈ ഭൂമി മൊത്തമാണ്. അതായത് ഏറ്റവും വലിയ രാജാവ്, ഒരാൾ രാജ്യം മൊത്തം പിടിച്ചടക്കണമെന്ന് വിചാരിച്ചാൽ അയാൾക്ക് ഭൂമി മൊത്തം ഭരിക്കാൻ പറ്റും. അങ്ങനെ ഭരിച്ച രാജാക്കന്മാരുണ്ടോ? ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ആരും ഉണ്ടായിട്ടില്ല. എന്നാൽ ഭൂമിയുടെ നല്ലൊരു ശതമാനം ഭരിച്ച രാജാക്കന്മാരുണ്ടായിരുന്നു. നെബൂഖദ്നസറിനെ പോലെ, നമ്രൂദിനെ പോലെ, സുലൈമാൻ നബിയെ പോലെ വളരെ കുറഞ്ഞ ആൾക്കാർ. പിന്നെ അലക്സാണ്ടർ ചക്രവർത്തിയും ദുൽഖർനൈനും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വളരെ കുറഞ്ഞ ആൾക്കാർ കുറച്ച് കൂടുതൽ ഭാഗം ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലെങ്കിൽ ചെങ്കിസ് ഖാൻ കുറച്ച് കൂടുതൽ ഭാഗം ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഭൂമി മുഴുവനായിട്ട് ഉണ്ടായിട്ടില്ല. മനുഷ്യന് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്നത് ഭൂമിയുടെ അത്രയാണ്. അള്ളാഹുവിന്റെ ഖജനാവിനെ സംബന്ധിച്ചിടത്തോളം അതെന്താ, ഒന്നുമില്ല. എന്നാൽ മനുഷ്യന് ഇത് മര്യാദക്ക് ചെലവഴിക്കാൻ അറിയോ? അതും അറിയില്ല. ഈ അള്ളാഹുവിന്റെ ഖജനാവിന്റെ താക്കോലുകൾ മനുഷ്യന്റെ കയ്യിലായിരുന്നെങ്കിൽ അവൻ പിശുക്കുമായിരുന്നതാണ്. സൂറത്ത് ഇസ്രായേല് ആ സംഗതി പറയുന്നുണ്ട്. കുല്ലൗ അൻതും തംലികൂന ഖസായിന റഹ്മത്ത് റബ്ബി ഇദല്ല അംസക്തു. നിങ്ങൾ പിടിച്ചു വെക്കും, നിങ്ങൾ കൊടുക്കൂല. അള്ളാഹുവിനെ പോലെ ഒന്നും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് സമ്പത്ത് തന്നു കഴിഞ്ഞാൽ വാരിക്കോരി കൊടുക്കാനൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഇതെല്ലാം അംസക്തും ഖശിയത്തൽ ഇൻഫാക്ക്, ചെലവായി പോകുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ പിടിച്ചു വെക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി തരും. ഞാനത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാല്, സ്വർഗത്തിൽ ഏറ്റവും കുറഞ്ഞ ഉടമസ്ഥത
സ്വർഗത്തിലെ ഏറ്റവും കുറഞ്ഞ ഉടമസ്ഥത അർലൈനാണ്. രണ്ട് ഭൂമി. അതായത് അവസാന സ്വർഗത്തിലെത്തുന്ന ഏറ്റവും ചെറിയ ഗ്രേഡിലുള്ള ആളുകൾക്ക് കിട്ടുന്നത് രണ്ട് ഭൂമിയുടെ അത്ര സംവിധാനമാണ്, തോട്ടങ്ങളാണ്. ഹദീസുകൾ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് ഒരു ഭൂമിയിൽ വലിയ രാജാക്കന്മാർ പിടിച്ചടക്കാൻ മാക്സിമം ഒരു ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ് രണ്ട് ഭൂമിയാണ് ഏറ്റവും കുറഞ്ഞ കിട്ടല്. അത് 20 കൊല്ലത്തിനൊന്നുമല്ല. വലിയ വലിയ രാജാക്കന്മാർ 10 കൊല്ലം 20 കൊല്ലം ഒക്കെ അല്ലേ ഭരിച്ചത്. ഇത് 20 കൊല്ലമൊന്നുമല്ല. അത് എറ്റേണൽ ഖാലിദീന ഫിഹ, സ്ഥിരമായിട്ട് ലഭിക്കുന്ന സംഗതിയാണ്. അപ്പൊ ഈ ദുനിയാവിലെ അധികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ഏറ്റവും താഴെ ഗ്രേഡിലുള്ള ആളുടെ അധികാരത്തിന്റെ അത്ര പോലും വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല അത് വെറും 10-20 വർഷം ഉള്ള അധികാരമുള്ളൂ. ഏറ്റവും വലിയ കാലം ഇരുന്നത് 55 കൊല്ലം 60 കൊല്ലമൊക്കെയാണ് ചരിത്രത്തിൽ. അതൊക്കെയാണ് വലിയ വലിയ അധികാരങ്ങൾ. ഇതിന്റെ അപ്പുറത്തേക്കൊന്നും ആരും പോയിട്ടില്ല. നമ്മളുടെ കയ്യിലുള്ള സ്വത്ത് എത്ര കൊല്ലം നമ്മുടെ കയ്യിലിരിക്കും? എൻ്റെ കയ്യിലുണ്ട് 12 സെന്റ്, 15 സെന്റ്, അതിലൊരു വീടും. അതുണ്ടാക്കി 10 കൊല്ലമായി. ഞാനതിൽ ഒരു 3-4 മാസമൊക്കെ താമസിച്ചിട്ടുണ്ടാവും മാക്സിമം. ഇനി അത് വേറെ ആർക്കോ പോകൂലേ? അങ്ങനെ തന്നെയാണ്. നമ്മളങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നിങ്ങളെല്ലാവരും പ്രവാസികളുടെ കാര്യം പറയണ്ട, എല്ലാവരും ഉണ്ടാവും, വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആരാണ് അതിൽ താമസിക്കുന്നത്? നമ്മള് കുൻഫിദ്ദുന്യാക്ക അന്നക്ക ഗരീബ് ആബിറു സബീൽ, നമ്മൾ അപരിചിതരെ പോലെയാണ് ദുനിയാവില്, അല്ലെങ്കിൽ ഒരു വഴി യാത്രകരെ പോലെയാണ്. ഇതല്ലേ നമ്മുടെ അവസ്ഥ. ഉലായിക്കല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മനുഷ്യന്മാരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കും, എന്നിട്ട് പകരം കൊടുക്കും. എന്നിട്ട് അല്ലാഹു ചോദിക്കണം, ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ, നന്മക്ക് പകരം നന്മയല്ലേ? നന്മക്ക് പകരം നന്മയല്ലാതെ പിന്നെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മക്ക് പകരം നന്മ തരും, ഇഷ്ടംപോലെ കോരിത്തരും. അള്ളാഹു കുറച്ച് കൊടുക്കൂല. ഓരോ നന്മക്കും 10 ഇരട്ടി പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് അള്ളാഹു പ്രത്യേകം നൽകുന്നതാണ്. ഒരു നന്മക്ക് 10 ഇരട്ടി പ്രതിഫലം. ഒരു തിന്മക്ക് എത്ര ഇരട്ടി പ്രതിഫല? ഒന്ന്. ഒരു മനുഷ്യന്റെ നന്മയും തിന്മയുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ 4 ഭാഗങ്ങളുണ്ട്. നന്മയും തിന്മയുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ 3 ഭാഗത്തും പ്രതിഫലമാണ്. നോക്കാം. നന്മ, തിന്മ. ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, നന്മ ചെയ്തു, 10 പ്രതിഫലം. നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, നന്മ ചെയ്തു, 10 പ്രതിഫലം. ഒരാൾ ഒരു നന്മ ചെയ്യാൻ നിയ്യത്ത് വെച്ചു, ഉദ്ദേശിച്ചു, പക്ഷേ എന്തോ കാരണം കൊണ്ട് കഴിഞ്ഞില്ല, ഒരു പ്രതിഫലം കിട്ടും. ഉദ്ദേശിച്ചില്ല, ആ ഉദ്ദേശത്തിന് ഒരു പ്രതിഫലം കിട്ടും. ഒരു നന്മ ചെയ്ത പ്രതിഫലം, ഒരു പൂർണ്ണ നന്മ ചെയ്ത പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും. 2. ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, തിന്മ ചെയ്തില്ല, ഒരു നന്മ രേഖപ്പെടുത്തും. അള്ളാഹിനെ പഠിച്ചിട്ട് തിന്മ ചെയ്തിട്ടില്ലെങ്കിൽ, അപ്പൊ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, തിന്മ ചെയ്തില്ല, ഒരു നന്മ രേഖപ്പെടുത്തും. 3. ഒന്ന് 10 നന്മ രേഖപ്പെടുത്തുന്നു, ഒന്ന് ഒരു നന്മ രേഖപ്പെടുത്തുന്നു, മറ്റത് ഒരു നന്മ രേഖപ്പെടുത്തും. 4. ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, തിന്മ ചെയ്തു, ഒരു തിന്മ രേഖപ്പെടുത്തും. അപ്പൊ തിന്മയും നന്മയുമായി ബന്ധപ്പെട്ടിട്ട് 4 വശങ്ങളുണ്ട്. ആ 4 വശങ്ങളിൽ 3ഉം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം തരാനിരിക്കുകയാണ്. ഇബ്ന ആദം, ആദമിന്റെ പുത്ര, നീ എന്നോട് ചോദിക്ക്, തരാം. നീ ചോദിക്ക്, ഞാൻ തരാം. ഞാനിതാ കയ്യും നീട്ടിയിരിക്കുന്നു, നീ ചോദിക്ക്. ഇന്നല്ലാഹ യബ്സുത്തു യദഹു ഫിൽ ലൈലി ലിയതൂബ മുസീഅൻ നഹാരി വയബ്സുത്തു യദഹു ഫിൻ നഹാരി ലിയതൂബ മുസീഅൽ ലൈൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ തന്റെ കരം നീട്ടിയിരിക്കുന്നു, പകല് തെറ്റ് ചെയ്തവർക്ക് പശ്ചാത്തപിക്കാൻ വേണ്ടി. പകല് തന്റെ കരം നീട്ടിയിരിക്കുന്നു, രാത്രി തെറ്റ് ചെയ്തവർക്ക് പശ്ചാത്തപിക്കാൻ വേണ്ടി. പശ്ചാത്തപിക്കുണ്ടോ? ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ചോദിച്ചാൽ കിട്ടും. അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവിന് മടുക്കൂല. വേറെ ആരോട് ചോദിച്ചാലും മടുക്കും, ആരോട് ചോദിച്ചാലും മടുക്കും. 2-3 പ്രാവശ്യം ചോദിക്കുമ്പോൾ എന്താണിത് ഒരു ചോദ്യം, എത്ര പ്രാവശ്യം മനുഷ്യൻ ചോദിക്കണേ, പിന്നെ മുണ്ടൂല. ആദ്യമൊക്കെ നമ്മൾ കൊടുക്കും എന്തെങ്കിലും, നമ്മൾ കുടുംബക്കാർ ചിലവരുണ്ടാവും, എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അയക്കാൻ ഇട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാന്യമായിട്ട് ചോദിക്കണവരും മോശമായി ചോദിക്കണവരൊക്കെ ഉണ്ടാവും. കുറച്ച് എന്തെങ്കിലും കാശുണ്ടെങ്കിൽ അയക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കണവരുണ്ടാവും. ഇപ്പൊ 2-3 പ്രാവശ്യം ചോദിക്കുമ്പോൾ ഈ ചങ്ങായിക്ക് എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ വെറുതെ, അങ്ങനെ നമുക്ക് പെട്ടെന്ന് മടുക്കും. നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ചാൽ മടുക്കൂലട്ടാ. അള്ളാഹു പറഞ്ഞു, ചോദിച്ചോ. ഇതാ സാലക്ക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെ ഉണ്ട്, ചോദിച്ചോ. ഉജീബ് ദഅവത്തദ്ദായി, എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ ഉത്തരം കൊടുക്കും, ചോദിച്ചോ. ചോദിക്ക്. ചോദിക്കണവരുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര ചോദിച്ചാലും മടുക്കൂല, എത്ര പ്രാർത്ഥിച്ചാലും അള്ളാഹുവിന് മടുക്കുക. നമുക്കാ മടുക്കുക. അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് നമുക്കും മടുക്കും, പക്ഷെ അള്ളാഹുവിന് മടുക്കൂല. അള്ളാഹു അഭിമാനം കൊള്ള ചെയ്യാ. എൻ്റെ അടിമ എന്നോട് ചോദിക്കണ കണ്ടില്ലേ, എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കണേ. എൻ്റെ അടിമ എന്നോടേ ചോദിക്കുള്ളൂ കേട്ടാ, വേറെ ആരോടും ചോദിക്കില്ല. അള്ളാഹു അഭിമാനം കൊള്ളാണ്. എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു,
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയുമ്പോൾ മലക്കുകളോട് അള്ളാഹു അഭിമാനം പറയും, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു, എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. എന്റെ അടിമ ചോദിക്കട്ടെ. നല്ല ഇഷ്ടമുള്ള ആളുകൾക്ക് അള്ളാഹു അപ്പൊ തന്നെ കൊടുക്കൂല എന്നാണ്, കുറെ ചോദിക്കട്ടെ. പണ്ടാരടങ്ങി ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അതായത് ചെയ്യുന്ന എല്ലാ തിന്മകളും ചെയ്തു കൂട്ടുന്നിട്ട് അള്ളഹാനോട് അല്ലാ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം കൂട്ടിയിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ ചോദ്യം ഒരു അലോസരാന്ന് പറഞ്ഞ അള്ളാഹുവിന്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു ഒഴിവാക്ക്, ഇത് കേൾക്കാൻ വയ്യ. നല്ല അടിമകൾ ചോദിക്കുമ്പോൾ അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് സ്നേഹത്തോടു കൂടി വിളിച്ചിട്ട് അവന്റെ എല്ലാ സ്നേഹവും ഇഷ്ടവും ബഹുമാനവും എല്ലാം വഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് കൈ ഉയർത്തി ചോദിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാത്രേ, ഇപ്പൊ തന്നെ കൊടുക്കണ്ട, എന്ത് രസമുള്ള ചോദ്യമാണ്, അവന് കുറച്ചും കൂടെ ചോദിക്കട്ടെ, എനിക്കത് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല അടിയാറുകളെ കൊണ്ട് കൂടുതൽ ചോദിപ്പിക്കുന്നതാണ് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ആകാശത്തിന്റെ സിറുകൾ. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതം വളരെ സന്തോഷമായിരിക്കും ട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.